കോഴിക്കോട് കുഴിക്കല്ലൂരിൽ 7 വയസ്സുകാരിക്ക് തെരുവ് നായയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. കുഴിക്കല്ലൂർ സ്വദേശി അനീഷിന്റെ മകൾ ആൻവിക്കാണ് കടിയേറ്റത്. കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും. അഭിജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ നായ്ക്ക് പേയോ മറ്റോ ഉണ്ടോ? ഈ കുഞ്ഞിനെ എങ്ങനെയാ കടിച്ചത്? ഏത് സാഹചര്യമായിരുന്നു? വീട്ടിനുള്ളിലേക്കോ വഴിയിൽ വെച്ചോ? ഡോക്ടർ അരുൺകുമാർ, നായ്ക്ക് പേയുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. കാരണം വീട്ടിൽ നിന്ന് പല്ലു തേക്കുന്നതിനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് 7 വയസ്സ് മാത്രം പ്രായമുള്ള ആൻവിയ എന്ന പെൺകുട്ടിക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത്. കുട്ടിയുടെ ശരീരമാസകലം കടിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് തലയ്ക്കുൾപ്പെടെ കടിയേറ്റിട്ടുണ്ട്. കുട്ടിയെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവിടെയുണ്ട്. അവരോട് ഈ ഘട്ടത്തിൽ പ്രതികരണം ആരായുന്നത് ഒരു ശരിയല്ല എന്ന് തോന്നുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഇവരുടെ അയൽവാസി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഇന്ന് കാലത്ത് ഏകദേശം 6:45-7 മണിയായി എന്ന് എൻ്റെ ധാരണ. പെട്ടെന്ന് നിലവിളി കേട്ടപ്പോൾ ഓടി ഞാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കുട്ടിയുടെ നിലവിളിയും ആൾക്കാരുടെ ഒക്കെ തന്നെ സന്നാഹം കണ്ടത്. പെട്ടെന്ന് ഞാൻ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോൾ ഒരു കുട്ടിയെ തെരുനായ്ക്കൾ വന്ന് ആക്രമിച്ചാണ്. 4-5 നായ്ക്കൾ ഒന്നിച്ച് വന്ന് ഒരു കുട്ടിയെ ആക്രമിക്കുകയും ആ കുട്ടിക്ക് മാരകമായ പരിക്കുപറ്റി. കുട്ടി പല്ല് തേക്കാൻ വേണ്ടി പുറത്തേക്ക് വന്ന കുട്ടിയാണ്. പല്ല് തേച്ചുകൊണ്ടിരിക്കുക, മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ കുട്ടിയെ നായ കടിച്ചപ്പോൾ കുട്ടിയുടെ അമ്മ അടുക്കളയിലാണ്, അച്ഛനാണെങ്കിൽ ജോലിക്ക് പുറത്തേക്ക് പോയതാണ്. വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് പെട്ടെന്ന് കുട്ടിയുടെ ദേഹത്ത് അങ്ങോളം ഇങ്ങോളം തലയ്ക്കുൾപ്പെടെ തലയ്ക്ക് കടിയേറ്റതോ അല്ലെങ്കിൽ കുട്ടി വീണ് പരിക്ക് പറ്റിയതെന്നുള്ള വ്യക്തമല്ല. എങ്കിൽ പോലും തലയിൽ നടക്കരക്തം തിരിയുന്ന കെട്ടാണ്ട്, ചെവിയുടെ ഭാഗത്ത് മുറിവുണ്ട്, പുറത്ത് നായ കടിച്ച പല്ലിൻ്റെ ഭാഗമുണ്ട്. അതുകൂടാതെ തന്നെ ദേഹത്താകമനം കംപ്ലീറ്റ് കുട്ടിയെ മാന്തിയ ഒരു കാഴ്ചപ്പാടാണ്. ഡോക്ടറൊന്നും പറഞ്ഞു. ഡോക്ടർ ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇഞ്ചക്ഷൻ എടുക്കാൻ മരുന്നൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ഒരു ഓപ്പറേഷൻ വേണമെന്ന നിലയ്ക്കാണ് പറഞ്ഞത്. ഏകദേശം 48 മണിക്കൂറോളം ഒബ്സർവേഷൻ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഈ തെരുവ് നായ്ക്കളുടെ ശല്യമൊക്കെ വളരെ അധികമുള്ള ഒരു സ്ഥലമാണോ ഈ മേപ്പയൂർ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് കൊഴുക്കല്ലൂർ ഭാഗത്താണെങ്കിൽ തെരുനായ്ക്കൾ ഇഷ്ടംപോലെ എപ്പോഴും റോഡ് സൈഡിലും രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായി നമ്മൾ കാണപ്പെടുന്നുണ്ട്. ഇതൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. തെരുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കാൻ പണ്ട് കാലങ്ങളൊക്കെ തന്നെ നടപടിയുണ്ടെങ്കിൽ പോലും സമീപ കാലഘട്ടങ്ങളിൽ ഏകദേശം എനിക്ക് വന്നത് പുതിയ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഈ തെരുനായ്ക്കളുടെ ശല്യം പരമാവധി ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ കുഞ്ഞിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടിക്ക് കുറച്ച് ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, സ്കൂളൊക്കെ തുറന്ന സമയമാണ്, കുട്ടികൾ തെരുവിലേക്കൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഈ സമയത്താണ് ഇങ്ങനെ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടാകുന്നത്. അതിന് ഫലപ്രദമായി ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ.